മഗ്‌രിബിയോട് കൂടെ പരിശുദ്ധമാകുന്ന ഇസ്രാ മിഅ്റാജിന്റെ സംഭവബഹുലമാകുന്ന ആ ഒരു ചാരിതാർത്ഥ്യം തീർത്ത പരിശുദ്ധ ആ ഒരു രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ തടിയോടുകൂടെ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല എന്ന പരിശുദ്ധ ഖുർആൻ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പുണ്യഭൂമിയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയി ഏകദേശം 40 ദിവസത്തോളം യാത്രയുള്ള മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അത്രമേൽ യാത്രാ ദൂരമുണ്ട്. ആ ഒരു സന്ദർഭത്തിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അവിടേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് മിഅ്റാജ് ആകുന്ന ഉടമസ്ഥനായ റബ്ബിനെ കാണാൻ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ആകുന്ന ഉടമസ്ഥനായ റബ്ബ് കൊണ്ടുപോവുകയും ചെയ്ത സാഹചര്യവും സന്ദർഭവും അതിലുപരി അവിടുന്ന് സമ്മാനമായി കിട്ടിയ പരിശുദ്ധമാകുന്ന നിസ്കാരം, ആ നിസ്കാരത്തിന്റെ വാർഷിക മാസം കൂടെയാണിത്, വാർഷികം കൂടെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടെ നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കഴിയുന്നവരൊക്കെ പരമാവധി ഹയാത്താക്കാൻ ശ്രമിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം. ഇസ്റാ എന്നുള്ളത് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച ആ ഒരു യാത്രക്കാണ് ഇസ്റാ എന്ന് പറയുന്നത്. മിഅ്റാജ് എന്നാൽ ആകാശാരോഹണമാണ്. ഹബീബായ മുത്തുതങ്ങൾ അല്ലാഹു ആകുന്ന ജല്ല ജലാലിനെ കണ്ടുമുട്ടിയ മുനാജാത്ത് നടത്തിയ ജിബ്രീൽ വരെ പറഞ്ഞല്ലോ, അസ്ദറുൽ മുൻതഹന്റെ ചാരത്തുനിന്ന് ജിബ്രീൽ വരെ പറഞ്ഞില്ല, നബിയേ മുഹമ്മദ് നബിയെ ഇനി ഇവിടെ അങ്ങോട്ട് ജിബ്രീലിന് പ്രവേശനമില്ല, അങ്ങ് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. യഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നബിയെ അങ്ങയുടെ പ്രവേശനം, ഇവിടുന്ന് അങ്ങോട്ട് അല്ലാഹുവിന്റെ സമീപസ്ഥനായ മുഖറബുൽ അംലാക്കായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ പ്രവാചക പരമ്പരയിലെ മുഴുവൻ ആളുകൾക്കും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വഹി കൊണ്ടുവന്ന ജിബ്രീലിന് പ്രവേശനമില്ല. അത്രമേൽ അല്ലാഹുവിലേക്ക് അടുത്ത മലക്കായ തെറ്റുകൾ എന്തെന്നറിയാത്ത തെറ്റുകൾ ചെയ്യാത്ത ഒരു വർഗത്തിന്റെ നേതാവ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീലിന് പ്രവേശനമില്ല, അവിടത്തേക്ക് മുത്തുനബി തങ്ങൾക്ക് പ്രവേശനമുണ്ട്. മുത്തുനബി പറഞ്ഞില്ലേ, എനിക്ക് പേടിയുണ്ട് ജിബ്രീൽ, അങ്ങേക്ക് പ്രവേശനമില്ലേ? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞതാണ് സയ്യിദുനാ ഉമർ ഖാദി തങ്ങൾ പാടിയത്, യഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. അങ്ങ് പേടിക്കണ്ട നബിയെ, അങ്ങ് വിഷമിക്കണ്ട നബിയെ, അങ്ങ് വ്യസനിക്കണ്ട മുസ്തഫ, അങ്ങ് കാണാൻ പോകുന്നത് അങ്ങയുടെ യജമാനനെയല്ലേ, അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ തിരുദൂതരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നടത്തിയ പരിശുദ്ധമാകുന്ന ആ മുനാജാത്ത് ഈ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു യാത്രക്ക് അല്ലാഹു കൊണ്ടുപോകുന്നത്, ഏത് സന്ദർഭത്തിലാണ് മക്ക ഖുറൈശുകൾ മുഴുവൻ മുത്തനബിയെ കൈയൊഴിഞ്ഞ സമയം, മുത്തനബിന്റെ സഹധർമ്മിണിയായി തന്റെ പൊന്നുമ്മയെ പോലെ തന്നെ ലാളിച്ചിരുന്ന, തന്നെ നോക്കിയിരുന്ന, തന്റെ സഹധർമ്മിണിയായി കൂടെ കൂടിയ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു അൻഹ വഫാത്തായ ആ ഒരു അവസരം ആമുൽ ഹുസ്ൻ എന്ന ചരിത്രം രേഖപ്പെടുത്തിയ ആ ഒരു സന്ദർഭത്തിലാണ് മുത്തുനബി തങ്ങൾ തന്റെ പ്രതീക്ഷകൾ അർപ്പിച്ച് തന്റെ ഉമ്മന്റെ നാടാകുന്ന ത്വാഇഫിലേക്ക് പോവുകയാണ്. ത്വാഇഫിലെ ചൊല്ലുമ്പോൾ മുത്തുനബി കരുതിയത് തന്റെ ഉമ്മന്റെ നാടായത് കൊണ്ട് തന്നെ സ്വീകരിക്കാൻ, തന്നെ ലാളിക്കാൻ, തന്നെ കൂട്ടിപ്പിടിക്കാൻ ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച മുഹമ്മദ് മുസ്തഫ. പക്ഷേ ത്വാഇഫിൽ ചെന്നപ്പോ പിഞ്ചോമന മക്കളടക്കം കല്ലെടുത്തെറിഞ്ഞിട്ട് കള്ളൻ മുഹമ്മദേ എന്ന് വിളിച്ചുകൊണ്ട് മുത്തു റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച സന്ദർഭം ഇവിടുന്ന് മുത്തുനബി
മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഒലിച്ച സന്ദർഭം, ആ എല്ലാ നിലക്കും മുത്തുനബി വളരെ പ്രയാസത്തിലായ സന്ദർഭം. എന്നിട്ടും അവിടുന്ന് ജിബ്രീൽ ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ കാണുന്ന രണ്ട് മലയുടെ ഇടയിരുട്ടുകൊണ്ട് അവരെ നശിപ്പിക്കട്ടെ നബിയേ എന്ന് ചോദിച്ചപ്പോ പുണ്യനബി അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗം വഇന്നഹും ലാ യഅലമൂൻ. ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അല്ലാഹു അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ, അവർക്ക് അറിവില്ലാകട്ടല്ലേ. ഇങ്ങനെ ക്ഷമയുടെ പാഠം പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരു ഇസ്റാ മിഅ്റാജ് നടക്കുന്നത്. ഈ സംഭവ ബഹുലമായ കാര്യം നടന്നു കഴിഞ്ഞപ്പോ മക്കാ ഖുറൈശികളുടെ മുത്തുനബിയെ നിഷേധിച്ചില്ലേ? അവര് പറഞ്ഞു, മുഹമ്മദേ, ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അങ്ങ് പോയെന്നാണോ പറയുന്നത്? എന്താണ് അതിന്റെ അടയാളങ്ങൾ എന്ന് ചോദിച്ചപ്പോ, കാരണം ഈ മക്കാ ഖുറൈശികൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അഖ്സയിലെ തീരത്തേക്ക് അവര് കച്ചവടത്തിന് പോകുന്നവരാ. അവർക്ക് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാം. മുത്തുനബി തങ്ങൾ ഓരോന്നോരോന്ന് വിവരിച്ചു കൊടുത്തു. ഇല്ല, മക്കാ ഖുറൈശികളെ സമ്മതിക്കുന്നില്ല. അവരുടെ അഹങ്കാരം, അവരുടെ മനസ്സിന്റെ അകത്തളത്തിലുള്ള അഹങ്കാരം അതിനൊക്കെ കീഴ്പ്പെടുന്നില്ല. പക്ഷേ ഇതൊന്നും മുത്തുനബി പറയുന്നതായിട്ട് അവിടുന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. ആ സമയത്ത് സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഈ മനുഷ്യൻ പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ നബി അങ്ങനെ പറഞ്ഞോ? എന്നാൽ സ്വദ്ദഖ്തു, ഞാൻ വാസ്തവമാക്കിയിരിക്കുന്നു. അതാണ് സയ്യിദുനാ സിദ്ദീഖ്. അങ്ങനെ അതിൽ വിശ്വസിച്ചു സയ്യിദുനാ സിദ്ദീഖ്. ഇങ്ങനെ ഇസ്റാ മിഅ്റാജ് ഏതുവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ പരിശുദ്ധ റസൂലിന്റെ പവറും ഈ പരിശുദ്ധ റസൂലിന്റെ പവിത്രതയും ഏതുവരെ 1,24,000 വരുന്ന പ്രവാചക പരമ്പരയെ മുഴുവനും നിർത്തിയിട്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയിട്ട് ആ മസ്ജിദുൽ അഖ്സയിൽ അവിടെ ഇമാമത്ത് നിർത്തുകയാണ്. മഅ്മൂമായിട്ട് വന്ന് ആലോചിക്കണേ ആ നിസ്കാരത്തിന്റെ പവർ. മഅ്മൂമ ആരാണ്? മഅ്മൂമ സയ്യിദുനാ ആദം നബിയുണ്ട്, മൂസയുണ്ട്, ഈസയുണ്ട്, ഇബ്രാഹിമുണ്ട്, ഹൂദുണ്ട്. മുഴുവൻ പ്രവാചകന്മാരെയും പിന്നെത്തിയിട്ട് മുത്തുനബി തങ്ങളെ ഇമാമത്ത് നിർത്തിയില്ലേ പരിശുദ്ധരാവിൽ? മുത്തുനബിയെ ഇമാമത്ത് നിർത്തിയില്ലേ? ഓ ഇമാമത്തുകു അംബിയാ മുഖ്തദീ മുഖ്തദാ ദേഖ്തേ രഹ് ഗയേ. മുത്തുനബിയെ ഇമാമത്ത് നിർത്തി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് മുത്തുനബിയെ ഇങ്ങനെ വല്ലാതെ നോക്കി നിൽക്കുന്ന സന്ദർഭം. അതാണ് കവി പറഞ്ഞത്. മഹാനായ അല്ലാമ ഇഖ്ബാലിന്റെ വരികളാണ്. നോക്കി നോക്കി നിന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ. ഓരോരുത്തരും പ്രവാചക പരമ്പര മുഴുവനും നോക്കി നിൽക്കുന്നു. പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമേൽ പവിത്രതയുള്ള മുത്തുനബി. അതുകൊണ്ടാണ് ജിബ്രീൽ സിദ്റത്തുൽ മുൻതഹന്റെ അവിടെ ജിബ്രീൽ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുന്നും താണ്ടി മുഹമ്മദ് മുസ്തഫ. ആ പരിശുദ്ധരാവാണ് ഇസ്റാ മിഅ്റാജ്. ഈ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയത് ഇസ്റാവും അവിടുന്ന് അല്ലാഹുവിലേക്ക് പോയത് മിഅ്റാജും. ഈ സംഗതിയാണ് ഇസ്റാ മിഅ്റാജ് എന്നുള്ളത്. അതിലാണ് നമുക്ക് ഉമ്മത്തിനക്ക് സമ്മാനമായിട്ട് മുത്തുനബിക്ക് സമ്മാനമായി തന്റെ ഉമ്മത്തിനക്ക് കൊടുത്ത 5 വഖത്ത് നിസ്കാരം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഏറെ പവിത്രതയുള്ള രാത്രിയാണ്, ഏറെ പവിത്രതയുള്ള പകലാണ്, രാവാണ്. ഇന്ന് മഗ്രിബിയോട് കൂടെ നാളെ സുബ്ഹ് വരെ എത്രയാണോ നമുക്ക് സാധ്യമാകുന്നത് അത്രയും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. നാളത്തെ പകൽ നോമ്പ് കൊണ്ട് ധന്യമാക്കാൻ ശ്രമിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സാമ
ب27 من الرجب كتب له صيام 60 شهرا. ആരെങ്കിലും റജബ് 27ന്റെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവനക്ക് കുത്തിബ ലഹു സിയാമ 60 ശഹ്റാ, 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അല്ലാഹു അവനക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതര വിഭാഗക്കാർ ഇതൊക്കെ ഇത് ദഈഫായ ഹദീസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അതിമ കൊടുക്കുന്നവരുണ്ട്. ദഈഫായ ഹദീസ് എന്താണ് എന്നുള്ളത്, ദഈഫ് എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ പ്രശ്നം. അതിന് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ അതിനോർക്ക് പറ്റൂലെങ്കിൽ ഈ ആയത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് നോമ്പ് നോൽക്കാം എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞത്. ഇത് പറ്റൂലെങ്കിൽ ആയത്തായിക്കോട്ടെ, ഒരു ആയത്ത് തന്നെ ആണെങ്കിൽ ആയത്ത് തെളിവാക്കി വെക്കാം. അതുകൊണ്ട് നമുക്ക് തെളിവുണ്ടെന്ന് നമ്മൾ തേടാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായതുകൊണ്ട് ഇന്ന് ഈ മഗ്‌രിബിയോട് കൂടെയുള്ള ഈ രാവിനെ ഹയാത്താക്കുകയും നാളത്തെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹ്മാനായ റബ്ബ് ഈ പരിശുദ്ധമാകുന്ന റജബിൽ, വളരെ പുണ്യമായ ഈ റജബിൽ അവരുടെ കടുത്ത് ശഅബാനിൽ മുത്ത് ഹബീബിലേക്ക് ലയിച്ചു ചേർന്ന് റമദാനിൽ ഇതിന്റെയൊക്കെ വിളവെടുപ്പ് നടത്താൻ റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിനൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.